ഫുക്രിയിലേക്ക് സ്വാഗതം. ശ്രീലങ്കയ്ക്കെതിരെയായുള്ള ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൾപ്പെടുത്തൽ ഉണ്ടായിട്ടുള്ളത് മധ്യപ്രദേശിൻ്റെ സാരാംശ് ജെയിൻ ഒരു ഓഫ് സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറാണ്. അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ വൈകിയുള്ള ഒരു ഇന്ത്യൻ ടീമിലേക്കുള്ള വരവാണ്. 33 വയസ്സുകാരനാണ് സാരാംശ് ജെയിൻ. മധ്യപ്രദേശുകാരനാണ് സാരാംശ് ജെയിൻ. എന്തായാലും അദ്ദേഹം ഒരു സർപ്രൈസ് എൻട്രിയാണ് ഇന്ത്യൻ സ്ക്വാഡിൽ. ഒപ്പം തന്നെ ജസ്പ്രീത് ബുംറ ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അതേസമയം ബുംറയുടെയും സായി സുദർശൻ്റെയും ബുംറയുടെയും കാര്യങ്ങൾ ഫിറ്റ്നസ് തെളിയിക്കുന്നതിനനുസരിച്ചിരിക്കും. എന്തായാലും ടീമിൽ രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ രവീന്ദ്ര ജഡേജ, ടെന്നീസ് എൽബോ ആയിരുന്ന രവീന്ദ്ര ജഡേജ പരിക്ക് മാറി ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അതേസമയം വാഷിംഗ്ടൺ സുന്ദർ ആദ്യത്തെ ടെസ്റ്റിനുണ്ടാവില്ല, അദ്ദേഹം പരിക്കാണ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലാണ് അദ്ദേഹത്തിന് പരിക്കേറ്റത്. ഇതോടെയാണ് വാഷിംഗ്ടൺ സുന്ദറിന് പരിക്കേറ്റതോടെയാണ് മധ്യപ്രദേശിൻ്റെ സാരാംശ് ജെയിന് അവസരം കിട്ടിയത്. 33 വയസ്സുകാരനായ സാരാംശ് ജെയിൻ ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഒരു 70 റണ്ണെടുത്ത് പുറത്താകാതെ നിൽക്കുകയും 6 വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തിരുന്നു ഒരു കളിയിൽ. സാരാംശ് ജെയിന് മൊത്തം 188 വിക്കറ്റും 2223 റണ്ണും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലുണ്ട്. 54 മത്സരങ്ങളിൽ നിന്നാണിത്. അതൊരു മികച്ച റെക്കോർഡാണ്. എന്തായാലും സാരാംശ് ജെയിൻ ഉൾപ്പെട്ടിരിക്കുന്നു. ജസ്പ്രീത് ബുംറ തിരിച്ചു വന്നിരിക്കുന്നു. രവീന്ദ്ര ജഡേജ ടെസ്റ്റ് സ്ക്വാഡിലുണ്ട്. സായി സുദർശനും ഉണ്ട്. പക്ഷേ ബുംറയുടെയും സായി സുദർശൻ്റെയും കാര്യങ്ങൾ ഫിറ്റ്നസ്സിന് അനുസരിച്ചിരിക്കും. ഇനിയിപ്പോൾ അഥവാ സായി സുദർശന് ഫിറ്റ്നസ് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദേവ്ദത്ത് പടിക്കലായിരിക്കും അദ്ദേഹത്തിന് പകരം ഉണ്ടാവുക. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച മാനവ് സുതാർ ടീമിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ജഡേജ തിരിച്ചു വന്നതുകൊണ്ട് ഹർഷ് ദുബേക്ക് ടീമിൽ സ്ഥാനമില്ലാതെ പോയി. എന്തായാലും ടീം ഇതാണ്: ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ, കെ രാഹുൽ വൈസ് ക്യാപ്റ്റൻ, യശസ്വി ജയ്സ്വാൾ, ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ, സായി സുദർശൻ ഫിറ്റ്നസ്സിനനുസരിച്ച്, ധ്രുവ് ജുറേൽ വീണ്ടും ഒരു വിക്കറ്റ് കീപ്പർ കൂടി, രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ്, മാനവ് സുതാർ, ജസ്പ്രീത് ബുംറ ഫിറ്റ്നസ്സിനെ തെളിയിക്കുന്നതിനനുസരിച്ച്, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ഗുർനൂർ ബ്രാർ, ദേവ്ദത്ത് പടിക്കൽ, സാരാംശ് ജെയിൻ. ഇങ്ങനെയാണ് ശ്രീലങ്ക ടൂറിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും 2 മത്സരങ്ങളാണ് ടെസ്റ്റ് സീരീസിൽ ഉണ്ടാവുക, ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് സീരീസിൽ ഉണ്ടാവുക. എന്തായാലും സാരാംശ് ജെയിനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായി അദ്ദേഹം 33-ാമത്തെ വയസ്സിൽ ഇന്ത്യൻ ടീമിൽ എത്തിയിരിക്കുന്നു.